പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2023 പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ഈ ചെയ്യുന്നത്. ഇതിനു മുൻപേ 2 വീഡിയോ ചെയ്തിരുന്നു. അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. കേരളത്തിൽ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? 2023 ഏപ്രിൽ 25. 2023 ഏപ്രിൽ 25-നാണ് കേരളത്തിൽ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് നടത്തുന്ന റൂട്ട് തിരുവനന്തപുരം കാസർഗോഡാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് നടത്തുന്ന റൂട്ട്. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിൻ്റെ പുതിയ ലോഗോ കുതിച്ചു ചാടുന്ന ചീറ്റയാണ് ലോഗോ. ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ കൊച്ചി വാട്ടർ മെട്രോ. അടുത്ത ക്വസ്റ്റ്യൻ. 2023 ഗ്ലോബൽ ജീനോം ഇനീഷ്യേറ്റീവ് ഫോർ ഗാർഡൻസ് അവാർഡ് നേടിയ ഇൻസ്റ്റിറ്റ്യൂട്ട്. 2023 ഗ്ലോബൽ ജീനോം ഇനീഷ്യേറ്റീവ് ഫോർ ഗാർഡൻസ് അവാർഡ് നേടിയ ഇൻസ്റ്റിറ്റ്യൂട്ട് പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ക്ഷേത്ര ആചാരങ്ങൾക്ക് വേണ്ടി റോബോട്ട് ആനയെ ഉപയോഗിച്ച കേരളത്തിലെ ആദ്യത്തെ ക്ഷേത്രം. ആനയുടെ പേര് ഇരിഞ്ഞാടപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് റോബോട്ട് ആനയെ ഉപയോഗിച്ചത്. G20 ഉച്ചകോടിയുടെ ഭാഗമായി ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലമാണ് കുമരകം. 2023 ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരം. സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷൻ എം ഷാജർ. രാജ്യത്ത് ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളം. കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്കുള്ള മികവിന് ആദ്യമായി ഏർപ്പെടുത്തിയ കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം നേടിയ പഞ്ചായത്ത് മീനങ്ങാടി, വയനാട്. കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്കുള്ള മികവിന് ആദ്യമായി ഏർപ്പെടുത്തിയ കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം നേടിയ പഞ്ചായത്ത് മീനങ്ങാടി. നമുക്കൊന്നുകൂടി ഇത്രയും ക്വസ്റ്റ്യൻസ് ഫാസ്റ്റായിട്ട് റിവിഷൻ ചെയ്തു വരാം. കേരളത്തിലെ ആദ്യ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് 2023 ഏപ്രിൽ 25. കേരളത്തിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് നടത്തുന്ന റൂട്ടാണ് തിരുവനന്തപുരം കാസർഗോഡ്. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിൻ്റെ പുതിയ ലോഗോ കുതിച്ചു ചാടുന്ന ചീറ്റ. ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ കൊച്ചി വാട്ടർ മെട്രോ. 2023 ഗ്ലോബൽ ജീനോം ഇനീഷ്യേറ്റീവ് ഫോർ ഗാർഡൻസ് അവാർഡ് നേടിയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ക്ഷേത്ര ആചാരങ്ങൾക്ക് വേണ്ടി റോബോട്ട് ആനയെ ഉപയോഗിച്ച കേരളത്തിലെ ആദ്യ ക്ഷേത്രമാണ് ഇരിഞ്ഞാടപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രം, തൃശ്ശൂർ ജില്ലയിൽ. ഇരിഞ്ഞാടപ്പള്ളി രാമൻ എന്ന ആനയാണ് ഉപയോഗിച്ചത്. G20 ഉച്ചകോടിയുടെ ഭാഗമായി ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലമാണ് കുമരകം. 2023 ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരം. സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷൻ എം ഷാജർ. രാജ്യത്ത് ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളം. കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്കുള്ള മികവിന് ആദ്യമായി ഏർപ്പെടുത്തിയ കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം നേടിയ പഞ്ചായത്താണ് വയനാട്ടിലെ മീനങ്ങാടി. അടുത്ത ക്വസ്റ്റ്യൻ. 22 പേരുടെ മരണത്തിനിടയാക്കിയ മലപ്പുറം താനൂർ തൂവൽ തീരം ബീച്ചിലുണ്ടായ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ VK മോഹൻ കമ്മീഷനാണ് 22 പേരുടെ മരണത്തിനിടയാക്കിയ മലപ്പുറം താനൂർ തൂവൽ തീരം ബീച്ചിലുണ്ടായ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ.
നീതി ആയോഗിൻ്റെ 2020-21 വർഷത്തെ വാർഷിക ആരോഗ്യ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം. നീതി ആയോഗിൻ്റെ 2020-21 വർഷത്തെ വാർഷിക ആരോഗ്യ സൂചികയിൽ ഒന്നാമെത്തിയ സംസ്ഥാനം കേരളം. ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിൽ എവിടെ വെച്ചാണ് നടന്നത്? ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിൽ എവിടെ വെച്ചാണ് നടന്നത്? പൊന്മുടി, തിരുവനന്തപുരം. ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് പൊന്മുടിയിൽ വെച്ചാണ് നടന്നത്. രാജ്യത്തിൻ്റെ അഭിമാനമായ വീരജവാന്മാരുടെ സ്മരണയ്ക്കായി യുദ്ധസ്മാരകം നിലവിൽ വരുന്നത് എവിടെ? ചെറുവൈക്കൽ, തിരുവനന്തപുരം. രാജ്യത്തിൻ്റെ അഭിമാനമായ വീരജവാന്മാരുടെ സ്മരണയ്ക്കായി യുദ്ധസ്മാരകം നിലവിൽ വരുന്നത് ചെറുവൈക്കൽ, തിരുവനന്തപുരം. ആദ്യ സമ്പൂർണ്ണ ഗവേണൻസ് സംസ്ഥാനമാണ് കേരളം. ആദ്യ സമ്പൂർണ്ണ ഗവേണൻസ് സംസ്ഥാനം കേരളം. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്നതിനുള്ള പദ്ധതിയുടെ പേര് അനന്യ മലയാളം. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്നതിനുള്ള പദ്ധതിയുടെ പേര് അനന്യ മലയാളം. മുൻ മന്ത്രി കെ ശൈലജ ടീച്ചറുടെ ആത്മകഥ മൈ ലൈഫ് ആസ് എ കോംറാഡ്. മുൻ മന്ത്രി കെ ശൈലജ ടീച്ചറുടെ ആത്മകഥയാണ് മൈ ലൈഫ് ആസ് എ കോംറാഡ്. കേരളത്തിലെ ആദ്യ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷകയാണ് പത്മാലക്ഷ്മി. പത്മാലക്ഷ്മി കേരളത്തിലെ ആദ്യ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷക പത്മാലക്ഷ്മി. കേരളത്തിൽ ആദ്യമായി സ്രാങ്ക് ലൈസൻസ് നേടിയ വനിത. കേരളത്തിൽ ആദ്യമായി സ്രാങ്ക് ലൈസൻസ് നേടിയ വനിത എസ് സന്ധ്യ. കേരളത്തിൽ ആദ്യമായി സ്രാങ്ക് ലൈസൻസ് നേടിയ വനിത എസ് സന്ധ്യ. കേരള കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ഓണററി ഡോക്ടറേറ്റ് നേടിയത് പി.ടി. ഉഷ. മലബാറിലെ ആദ്യത്തെ ഫിഷറീസ് കോളേജ് പയ്യന്നൂർ ഫിഷറീസ് കോളേജ്. മലബാറിലെ ആദ്യത്തെ ഫിഷറീസ് കോളേജ് പയ്യന്നൂർ. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരൻ അഭിലാഷ് ടോമി. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരൻ അഭിലാഷ് ടോമി. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരൻ അഭിലാഷ് ടോമി. അഭിലാഷ് ടോമിയുടെ പായ്വഞ്ചിയുടെ പേരാണ് ബയാനത്ത്. ബയാനത്ത് എന്നാണ് പായ്വഞ്ചിയുടെ പേര്. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരനാണ് അഭിലാഷ് ടോമി. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി ഫാസ്റ്റായിട്ട് റിവിഷൻ ചെയ്യാണ്. 22 പേരുടെ മരണത്തിനിടയാക്കിയ മലപ്പുറം താനൂർ തൂവൽ തീരം ബീച്ചിലുണ്ടായ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് VK മോഹൻ കമ്മീഷൻ. നീതി ആയോഗിൻ്റെ 2020-21 വർഷത്തെ വാർഷിക ആരോഗ്യ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം. ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിൽ എവിടെ വെച്ചാണ് നടക്കുന്നത്? പൊന്മുടി, തിരുവനന്തപുരം. രാജ്യത്തെ അഭിമാനമായ വീരജവാന്മാരുടെ സ്മരണയ്ക്കായി യുദ്ധസ്മാരകം നിലയിൽ വന്നത് ചെറുവൈക്കൽ, തിരുവനന്തപുരം. ആദ്യ സമ്പൂർണ്ണ ഗവേണൻസ് സംസ്ഥാനം കേരളം. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്നതിനുള്ള പദ്ധതിയുടെ പേര് അനന്യ മലയാളം. മുൻ മന്ത്രി കെ ശൈലജ ടീച്ചറുടെ ആത്മകഥ മൈ ലൈഫ് ആസ് എ കോംറാഡ്. കേരളത്തിലെ ആദ്യ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷകയാണ് പത്മാലക്ഷ്മി. കേരളത്തിൽ ആദ്യമായി സ്രാങ്ക് ലൈസൻസ് നേടിയ വനിത എസ് സന്ധ്യ. കേരള കേന്ദ്ര സർവകലാശാല ആദ്യ ഓണററി ഡോക്ടറേറ്റ് നേടിയത് പി.ടി. ഉഷ. മലബാറിലെ ആദ്യത്തെ ഫിഷറീസ് കോളേജ് പയ്യന്നൂർ. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരൻ അഭിലാഷ് ടോമി. അഭിലാഷ് ടോമിയുടെ പായ്വഞ്ചിയുടെ പേര് ബയാനത്ത്. ഞാനിത് വീണ്ടും പറയുന്നത് കേട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്രദമാകാൻ വേണ്ടിയിട്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സൗരയുധത്തിൽ ചൊവ്വാഗ്രഹത്തിനും വ്യാഴത്തിനുമിടയ്ക്ക് കാണപ്പെടുന്ന ചിഹ്നഗ്രഹ മേഖലയിൽപ്പെട്ട 33,928 എന്ന നമ്പറുള്ള ചിഹ്നഗ്രഹത്തിന് ഏതു മലയാളിയുടെ പേരാണ് നൽകിയിരിക്കുന്നത്? അശ്വിൻ ശ്വേകർ. കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അരങ്ങ് 2023 ഒരുമയുടെ പലമ എന്ന പേരിൽ സംഘടിക്കപ്പെട്ടത് ഏത് ജില്ലയിൽ വെച്ചാണ്? തൃശ്ശൂർ. ഒന്നാമതെത്തിയത് കാസർഗോഡ് ജില്ലയാണ്. തൃശ്ശൂർ വെച്ചാണ് കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അരങ്ങ് 2023 ഒരുമയുടെ പലമ എന്ന പേരിൽ സംഘടിക്കപ്പെട്ടത്. കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തുടങ്ങിയ ഓൺലൈൻ റേഡിയോ ആണ് റേഡിയോ ശ്രീ. കേരളത്തിൽ കുടുംബശ്രീ ദിനം മെയ് 17 കുടുംബശ്രീ ദിനം.
സംസ്ഥാനത്തെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന 20 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും അതിവേഗ ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്ന കെ-ഫോൺ ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? 2023 ജൂൺ 5-നാണ് കെ-ഫോൺ കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് 2023 ജൂണിൽ തിരുനെല്ലിയിൽ കണ്ടെത്തിയ പുതിയ ഇനം ചിലന്തിയുടെ പേര് ട്രാപ്പോസ സെബസ്ത്യാനി. ട്രാപ്പോസ സെബസ്ത്യാനി. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി തയ്യാറാക്കിയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ഒന്നാമതെത്തിയത് കേരളം. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി തയ്യാറാക്കിയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ഒന്നാമതെത്തിയത് കേരളം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ് കലങ്ങുംമുകൾ പുനലൂർ നഗരസഭ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ് കലങ്ങുംമുകൾ പുനലൂർ നഗരസഭയിൽപ്പെട്ടത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഹോട്ടലുകളുടെ വിവരങ്ങൾ ലഭ്യമാക്കാനായി സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേറ്റ് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഈറ്റ് റൈറ്റ് കേരള. ഈറ്റ് റൈറ്റ് കേരള. ഈറ്റ് റൈറ്റ് കേരള. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഹോട്ടലുകളുടെ വിവരങ്ങൾ ലഭ്യമാക്കാനായി സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേറ്റ് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഈറ്റ് റൈറ്റ് കേരള. KSRTCയിൽ വരുത്തിയ ക്രിയാത്മക പരിഷ്കാരങ്ങൾക്ക് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ UITP അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചു. UITPയുടെ ആസ്ഥാനം ഏത് രാജ്യത്താണ്? ബെൽജിയം. UITPയുടെ ആസ്ഥാനം ബെൽജിയത്താണ്. UITPയുടെ ഫുൾ ഫോമാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ട്. KSRTCയിൽ വരുത്തിയ ക്രിയാത്മക പരിഷ്കാരങ്ങൾക്ക് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചു. ഈ UITയുടെ ആസ്ഥാനം ബെൽജിയത്താണ്. എൻ്റെ പ്രിയ കഥകൾ എന്ന പുസ്തകം രചിച്ചത് PS ശ്രീധരൻ പിള്ള. എൻ്റെ പ്രിയ കഥകൾ PS ശ്രീധരൻ പിള്ള. കാലശാസനകൾക്ക് കീഴടങ്ങാത്ത ദാക്ഷായണി വേലായുധൻ രചിച്ചത് ചേറായി രാമദാസ്. കാലശാസനകൾക്ക് കീഴടങ്ങാത്ത ദാക്ഷായണി വേലായുധൻ രചിച്ചത് ചേറായി രാമദാസ്. ഏറ്റവും വേഗത്തിൽ 100 കോടി ക്ലബിൽ ഇടം നേടിയ മലയാള സിനിമ 2018. സംസ്ഥാനത്തെ ആദ്യ ISO സർട്ടിഫിക്കേഷൻ കളക്ടറേറ്റാണ് കോട്ടയം. സംസ്ഥാനത്തെ ആദ്യ ISO സർട്ടിഫിക്കേഷൻ കളക്ടറേറ്റാണ് കോട്ടയം. കേരള നിയമസഭാ മന്ദിരം രജത ജൂബിലി ആഘോഷങ്ങൾക്ക് മെയ് 22-ന് ഉദ്ഘാടനം ചെയ്തത് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. ഡോക്ടർ APJ അബ്ദുൽ കലാം വിജ്ഞാന കേന്ദ്രവും ബഹിരാകാശ മ്യൂസിയവും നിലവിൽ വരുന്നത് കവടിയാർ. ഡോക്ടർ APJ അബ്ദുൽ കലാം വിജ്ഞാന കേന്ദ്രവും ബഹിരാകാശ മ്യൂസിയവും നിലവിൽ വരുന്നത് കവടിയാർ. ONV കുറുപ്പിൻ്റെ അക്ഷരം എന്ന കവിതാ സമാഹാരം അക്ഷര എന്ന പേരിൽ കന്നഡയിലേക്ക് മൊഴിമാറ്റിയത് ഡോക്ടർ സുഷമ ശങ്കർ. ONV കുറുപ്പിൻ്റെ അക്ഷരം എന്ന കവിതാ സമാഹാരം അക്ഷര എന്ന പേരിൽ കന്നഡയിലേക്ക് മൊഴിമാറ്റിയത് ഡോക്ടർ സുഷമ ശങ്കർ. 2023 ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരം നേടിയ മലയാളി വനിത ഗീത AR. 2023 ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരം നേടിയ വനിത ഗീത AR. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തത് നികിത ജോബി. വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് അംഗമായിട്ടാണ്. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തത് നികിത ജോബി. രക്തദാനത്തിനായി അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല കേരള സർവകലാശാല. രക്തദാനത്തിനായി അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല കേരള സർവകലാശാല. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേര് ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ്. സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേര് ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ്. അടുത്ത ചോദ്യം, നീതി ആയോഗിൻ്റെ ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക പ്രകാരം ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം കേരളം. ദാരിദ്ര്യ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം ബീഹാറാണ്, ഏറ്റവും കുറവ് കേരളം. നീതി ആയോഗിൻ്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല എറണാകുളമാണ്. ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല എറണാകുളമാണ്.
2023 ജൂലൈയിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡിന് അർഹമായ കേരള സർക്കാർ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. 2023 ജൂലൈയിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡിന് അർഹമായ കേരള സർക്കാർ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശ നടപ്പാതയാണ് ശക്തൻ നഗർ തൃശ്ശൂർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശ നടപ്പാത ശക്തൻ നഗർ തൃശ്ശൂർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാൻഡിലിവർ കണ്ണാടിപ്പാലം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാൻഡിലിവർ കണ്ണാടിപ്പാലം വാഗമൺ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാൻഡിലിവർ കണ്ണാടിപ്പാലമാണ് വാഗമൺ. കേരള പോലീസ് ആരംഭിച്ച ദൈനംദിന സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇത്തിരി നേരം ഒത്തിരി കാര്യം കേരള പോലീസ് ആരംഭിച്ച ദൈനംദിന സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ചക്കിട്ടപ്പാറ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ചക്കിട്ടപ്പാറ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ചക്കിട്ടപ്പാറ. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഇൻ്റർനാഷണൽ ചെസ് മാസ്റ്റർ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഇൻ്റർനാഷണൽ ചെസ് മാസ്റ്റർ ഡോക്ടർ നിമ്മി എം ജോർജ്. കേരളത്തിലെ ആദ്യ വനിതാ ഇൻ്റർനാഷണൽ ചെസ് മാസ്റ്ററാണ് ഡോക്ടർ നിമ്മി എം ജോർജ്. കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര പച്ചക്കുതിര. കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര പച്ചക്കുതിര. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ പ്രതിദിന വേതനം 333. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ പ്രതിദിന വേതനം 333. കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് പാളയം, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് പാളയം, തിരുവനന്തപുരം. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഫോസ്കോസ്. ഓപ്പറേഷൻ ഫോസ്കോസ്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഫോസ്കോസ്. അടുത്തിടെ കേരളത്തിൽ നിലവിൽ വന്ന അന്തർദേശീയ കയാക്കിംഗ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് പുലിക്കയം, കോഴിക്കോട്. അടുത്തിടെ കേരളത്തിൽ നിലവിൽ വന്ന അന്തർദേശീയ കയാക്കിംഗ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് പുലിക്കയം, കോഴിക്കോട്. അടുത്ത ചോദ്യം. ഡ്രോൺ പറത്തുന്നതിൽ കേന്ദ്ര സർക്കാരിൻ്റെ വ്യോമഗതാഗത നിയന്ത്രണ ഏജൻസിയായ DGCAയുടെ ഡ്രോൺ പറത്തുന്നതിൽ കേന്ദ്ര സർക്കാരിൻ്റെ വ്യോമഗതാഗത നിയന്ത്രണ ഏജൻസിയായ DGCAയുടെ ലൈസൻസ് നേടിയ കേരളത്തിലെ ആദ്യ വനിതയാണ് റിൻഷ പട്ടക്കൽ. റിൻഷ പട്ടക്കൽ. ഡ്രോൺ പറത്തുന്നതിൽ കേന്ദ്ര സർക്കാരിൻ്റെ വ്യോമഗതാഗത നിയന്ത്രണ ഏജൻസിയായ DGCAയുടെ ലൈസൻസ് നേടിയ കേരളത്തിലെ ആദ്യ വനിത റിൻഷ പട്ടക്കൽ. 43,000 അടി ഉയരത്തിൽ നിന്ന് സ്കൈ ഡൈവിംഗ് നടത്തി ലോക റെക്കോർഡ് നേടിയ മലയാളിയാണ് ജിതിൻ വിജയൻ. ജിതിൻ വിജയൻ. 43,000 അടി ഉയരത്തിൽ നിന്ന് സ്കൈ ഡൈവിംഗ് നടത്തി ലോക റെക്കോർഡ് നേടിയ മലയാളി ജിതിൻ വിജയൻ. തീരദേശവാസികളായ യുവതീ യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാകുന്നതിന് കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന പദ്ധതിയാണ് സാഗർ മാല. തീരദേശവാസികളായ യുവതീ യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് സാഗർ മാല. പട്ടികജാതി വിഭാഗക്കാരുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതി സമുന്നതി. പട്ടികജാതി വിഭാഗക്കാരുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കുടുംബശ്രീ തയ്യാറാക്കുന്ന പദ്ധതി സമുന്നതി. കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഇ-സേവ. കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഇ-സേവ. കേരളത്തിൽ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ സ്റ്റെപ്പിനി. കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ സ്റ്റെപ്പിനി. പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിനെക്കുറിച്ച് കുടുംബശ്രീ ബാലസഭാംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി സജ്ജം.
പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിനെക്കുറിച്ച് കുടുംബശ്രീ ബാലസഭാംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി സജ്ജം. പ്രധാനമന്ത്രി സൻസദ് ആദർശ് ഗ്രാമ യോജന പദ്ധതി പ്രകാരം PT ഉഷ MP തെരഞ്ഞെടുത്ത ആദ്യത്തെ പഞ്ചായത്ത് പള്ളിക്കത്തോട്, കോട്ടയം. പ്രധാനമന്ത്രി സൻസദ് ആദർശ് ഗ്രാമ യോജന പദ്ധതി പ്രകാരം PT ഉഷ MP തെരഞ്ഞെടുത്ത ആദ്യ പഞ്ചായത്ത് പള്ളിക്കത്തോട്, കോട്ടയം. കാരിച്ചാൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് എവിടെ? കാരിച്ചാൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് വിഴിഞ്ഞം. വിഴിഞ്ഞത്താണ് കാരിച്ചാൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത്. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതി ബീറ്റ്സ്. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതി ബീറ്റ്സ്. 2023 സുന്ദർബൻ ചലച്ചിത്രോത്സവത്തിൽ 4 പുരസ്കാരം നേടിയ മലയാള ചിത്രം എഴുത്തോല. 2023 സുന്ദർബൻ ചലച്ചിത്രോത്സവത്തിൽ 4 പുരസ്കാരങ്ങൾ നേടിയ മലയാള ചിത്രമാണ് എഴുത്തോല. സംവിധാനം സുരേഷ് കൃഷ്ണനും സംഗീത സംവിധാനം മോഹൻ സിത്താരയുമാണ്. സംവിധാനം സുരേഷ് കൃഷ്ണൻ, സംഗീത സംവിധാനം മോഹൻ സിത്താര. എഴുത്തോല എന്ന ചിത്രത്തിനാണ് 2023 സുന്ദർബൻ ചലച്ചിത്രോത്സവത്തിൽ 4 പുരസ്കാരങ്ങൾ നേടിയ മലയാള ചലച്ചിത്രം. കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് സംസ്ഥാനത്ത് നിന്ന് റേഷൻ വാങ്ങുന്നതിന് അവസരം നൽകുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ പദ്ധതി റേഷൻ റൈറ്റ് കാർഡ്. റേഷൻ റൈറ്റ് കാർഡ്. കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് സംസ്ഥാനത്ത് നിന്ന് റേഷൻ വാങ്ങുന്നതിന് അവസരം നൽകുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ പദ്ധതിയാണ് റേഷൻ റൈറ്റ് കാർഡ്. അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷനു വേണ്ടി സംസ്ഥാന തൊഴിൽ വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് അതിഥി ആപ്പ്. അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷനു വേണ്ടി സംസ്ഥാന തൊഴിൽ വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് അതിഥി ആപ്പ്. അടുത്ത ചോദ്യം, വാർദ്ധക്യ സഹജമായ ജീവിതശൈലി രോഗങ്ങളെയും ക്യാൻസർ, ഹൃദ്രോഗം, പ്രമേഹം തുടങ്ങിയ സാംക്രമികേതര രോഗങ്ങളെയും നേരിടാൻ സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയായ കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാമിന് സഹായം നൽകുന്നത് ലോകബാങ്ക്. സംസ്ഥാനത്തെ 5 വയസ്സുവരെയുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കും പ്രതിരോധ കുത്തിവയ്പ് നടപ്പിലാക്കുന്ന പദ്ധതി മിഷൻ ഇന്ദ്രധനുഷ്. മിഷൻ ഇന്ദ്രധനുഷ്. പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കുന്ന കേരള സർക്കാർ പദ്ധതി മാതൃയാനം. പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കുന്ന കേരള സർക്കാർ പദ്ധതി മാതൃയാനം. ഇലക്ട്രോണിക് വാഹന ഉൽപ്പാദന രംഗത്ത് വൻ മാറ്റങ്ങൾക്ക് സഹായകരമാകുന്ന ലിഥിയം ടെറ്റനേറ്റ് ബാറ്ററിയുടെ പ്രോട്ടോടൈപ്പ് തദ്ദേശീയമായി വികസിപ്പിച്ച സംസ്ഥാനം കേരളം. ഇലക്ട്രോണിക് വാഹന ഉൽപ്പാദന രംഗത്ത് വൻ മാറ്റങ്ങൾക്ക് സഹായകരമാകുന്ന ലിഥിയം ടെറ്റനേറ്റ് ബാറ്ററിയുടെ പ്രോട്ടോടൈപ്പ് തദ്ദേശീയമായി വികസിപ്പിച്ച സംസ്ഥാനമാണ് കേരളം. സംസ്ഥാനത്തെ എക്സൈസ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ കോക്ടെയിൽ. സംസ്ഥാനത്തെ എക്സൈസ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ കോക്ടെയിൽ. 2023-24 വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി കൊല്ലം. 2023-24 വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി കൊല്ലം. 2023-24 വർഷത്തെ കായികമേളയ്ക്ക് വേദിയാകുന്നത് തൃശ്ശൂർ. 2023-24 വർഷത്തെ സ്കൂൾ കായികമേളയ്ക്ക് വേദിയാകുന്ന ജില്ല തൃശ്ശൂർ. കേരളീയം 2023 ലോഗോ രൂപകൽപ്പന ചെയ്തത് ആരാണ്? ബോസ് കൃഷ്ണമാചാരി. കേരളീയം 2023 ലോഗോ രൂപകൽപ്പന ചെയ്തത് ബോസ് കൃഷ്ണമാചാരി. കേരളത്തിൻ്റെ 24 ഭൂപടങ്ങൾ ചേർത്ത് വച്ചതാണ് ലോഗോ സൃഷ്ടിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ 24 ഭൂപടങ്ങൾ ചേർത്ത് വച്ചാണ് ലോഗോ സൃഷ്ടിച്ചിരിക്കുന്നത്. കേരളീയം 2023 ലോഗോ രൂപകൽപ്പന ചെയ്തത് ആരാണ്? ബോസ് കൃഷ്ണമാചാരി. കേരളത്തിൻ്റെ 24 ഭൂപടങ്ങൾ ചേർത്ത് വെച്ചാണ് ലോഗോ സൃഷ്ടിച്ചിരിക്കുന്നത്. തകഴി ചെറുകഥാ പുരസ്കാരത്തിന് അർഹമായ പെലെയും മറഡോണയും സ്വർഗത്തിൽ പന്ത് തട്ടുമ്പോൾ എന്ന ചെറുകഥ രചിച്ചത് സുധീർ കുമാർ. തകഴി ചെറുകഥാ പുരസ്കാരത്തിന് അർഹമായ പെലെയും മറഡോണയും സ്വർഗത്തിൽ പന്ത് തട്ടുമ്പോൾ എന്ന ചെറുകഥ രചിച്ചത് സുധീർ കുമാർ. തകഴി ചെറുകഥാ പുരസ്കാരത്തിന് അർഹമായ പെലെയും മറഡോണയും സ്വർഗത്തിൽ പന്ത് തട്ടുമ്പോൾ എന്ന ചെറുകഥ രചിച്ചത് സുധീർ കുമാർ. തീപിടുത്തമുണ്ടാകുന്ന ബ്രഹ്മപുരം പ്ലാന്റ് ഏത് ജില്ലയിലാണ്?
തീപിടുത്തമുണ്ടായ ബ്രഹ്മപുരം പ്ലാന്റ് ഏത് ജില്ലയിലാണ്? തീപിടുത്തമുണ്ടായ ബ്രഹ്മപുരം പ്ലാന്റ് ഏത് ജില്ലയിലാണ്? എറണാകുളം. എറണാകുളം ജില്ലയിലാണ് തീപിടുത്തമുണ്ടായ ബ്രഹ്മപുരം പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീ അണയ്ക്കുന്നതിനായി അഗ്നിരക്ഷാ. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. തുടർന്നുള്ള വീഡിയോകൾക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ കണ്ട എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നന്ദി.